എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളോട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കേരള PSC നടത്തുന്ന 10th ലെവൽ പരീക്ഷകളിൽ LDC LGS പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് കേരള PSC നൽകിയിരിക്കുന്ന ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏതെന്നാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം. 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം. ആ ഒരു സമയത്ത് കേരള PSC പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയിൽ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇനി പറയുന്നതാണ്. 2021 ശേഷം 2022 34ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നു ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ 2021 33ാമത്തേത്, 2022 34ാമത്തേത് അത് നടന്നത് തിരുവനന്തപുരത്താണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളത് 2023 2023 നടന്നത് 35ാമത് കേരള സയൻസ് കോൺഗ്രസ് ആണ്. അത് നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ 2023 വരുമ്പോൾ അവിടെ 35ാമത് കേരള സയൻസ് കോൺഗ്രസ് ആണ്. അത് നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന സ്ഥലത്താണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം എന്ന സ്ഥലത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2023 നടന്നു. അത് നടന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. നമ്മൾ പരിചയപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിചയപ്പെട്ടത് 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏതെന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ കാര്യങ്ങളാണ്. അത് 2021 തിരുവനന്തപുരത്താണ്, 2022 34ാമത് നടന്നതും തിരുവനന്തപുരത്താണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് 2023 35ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. 2023 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നു. അത് എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് 108ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെന്നായിരിക്കും ചോദിക്കുക. ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. അപ്പൊ 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ 2023 നടന്നു. എവിടെ വെച്ച് നടന്നു? മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചാണ് നടന്നത്. ഇനി അടുത്തത് സങ്കരീനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പരപരാഗണം നടത്തിയിട്ട് എന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സങ്കരീനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സങ്കരീനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്ന് വെച്ചാൽ പരപരാഗണം നടത്തിയിട്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം എത്ര എന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 2% കുറവെന്നാണ് ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എത്രയാണ്? 2% കുറവാണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ ഭൂമിയിൽ ശുദ്ധജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 3% ഉള്ളൂ എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് 2% കുറവാണ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ജീവകം K ആണ്. അപ്പൊ നമ്മുടെ മുറിവുകളിലൊക്കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ് ഡയഫ്രം എന്ന ശരീരഭാഗം. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും അതോടൊപ്പം തന്നെ ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശിയിൽ ഒന്നാണ് ഈ പറയുന്ന ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശിയിൽ ഒന്നായ ഡയഫ്രം ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയല്ലുകൾക്കിടയിൽ ഒരു പേശിയുണ്ട്. നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത്. അതുപോലെ PSC ഈ പറയുന്ന ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് പ്ലൂറ എന്ന ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന
ഇരട്ട സ്ഥലമാണ് പ്ലൂറ എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് എന്ത് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് വനവകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതെന്നാണ് 57ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. വനവിഭവങ്ങളുടെ വിപണനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. വനവകുപ്പിന്റെ വനശ്രീ സെല്ല് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? വനവിഭവങ്ങളുടെ വിപണനമാണ്. വനശ്രീ സെല്ല് വനവിഭവങ്ങളുടെ വിപണനം എന്ന കാര്യം ഓർത്തിരിക്കുക. വനശ്രീ സെൽ എന്താണ്? വനവിഭവങ്ങളുടെ വിപണനം എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തത് COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്വാസകോശമാണ്. ശ്വാസകോശത്തെയാണ് ഈ COVID-19 എന്നാണ് നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം. അടുത്തത് PSC പലപ്പോഴായിട്ട് റിപ്പീറ്റായി ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ചൈനയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ചൈനയാണ്. ചൈനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് തേയില അല്ലെങ്കിൽ ചായ എത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലേക്ക് തേയില അല്ലെങ്കിൽ ചായ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. നമുക്കറിയാം റബ്ബറും കശുമാവും ഒക്കെ വരുന്ന ബ്രസീലിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഓർത്തിരിക്കുക, ചൈനയിൽ നിന്നാണ് തേയില അല്ലെങ്കിൽ ചായ എത്തുന്നത് എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ്, പ്രകീർണനം എന്നതാണ് ഉത്തരമായിട്ട് വരിക. പ്രകീർണനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് നാം കാണുന്ന മഴവില്ല്. ആ മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം എന്ന കാര്യം ഓർത്തിരിക്കുക. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണം കാരണമാണ് എന്ത്? ഈ പറയുന്ന മഴവില്ല് ഉണ്ടാകുന്നത്. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് എന്തുണ്ടാകുന്നത്? മഴവില്ല് ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ മഴവില്ലിന്റെ രൂപീകരണ പ്രക്രിയയിൽ പ്രകാശത്തിന്റെ അപവർത്തനവും പൂർണ്ണാന്തര പ്രതിഫലനവും ഒക്കെ എന്താണ്? ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ കേരള PSC നൽകിയിരിക്കുന്ന ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരത്തിൽ എന്താണ് പറയുന്നത്? പ്രകീർണനം എന്നാണ് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മഴവില്ലിന്റെ ആകൃതി നമ്മൾ കാണുന്നത് എന്താണ്? അർദ്ധവൃത്താകൃതിയിലാണ്. നമ്മൾ എന്താണ് കാണുന്നത്? അർദ്ധവൃത്താകൃതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മഴവില്ല് കാണുന്നത്. പക്ഷേ നമ്മൾ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ല് കാണുന്നത് വൃത്താകൃതിയിലാണ്. 2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഴവില്ല് ഒരു അർദ്ധവൃത്താകൃതിയിൽ കാണുന്നുവെങ്കിൽ നമ്മൾ വിമാനത്തിൽ നിന്ന് മഴവില്ല് നോക്കുമ്പോൾ കാണുന്നത് വൃത്താകൃതിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ആ ഒരു രേഖയാണ് നമ്മൾ ദൃഷ്ടിരേഖ എന്ന് പറയുന്നത്. അപ്പം മഴവില്ലിന്റെ കേന്ദ്രം പിന്നെ നിരീക്ഷകൻ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൃഷ്ടിരേഖ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാസോർജമാണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് രാസോർജമാണെന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ നമ്മളെ ഈ പറയുന്ന മഴവില്ലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കുറച്ച് ഫാക്റ്റും കൂടി നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. മഴവില്ല് നമ്മൾ കാണുകയാണെങ്കിൽ ആ മഴവില്ല് നമ്മൾ കാണുന്ന സമയത്ത് ആ മഴവില്ലിൻ്റെ ഏറ്റവും പുറംവക്കിലായിട്ട് ഏറ്റവും പുറമെയായിട്ട് നമ്മൾ കാണുന്ന നിറം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ചുവപ്പ് നിറമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മഴവില്ലിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കാണുന്ന നിറം ചോദിക്കുകയാണെങ്കിൽ അത് വയലറ്റ് നിറമാണ്. നമുക്കറിയാം വിബ്ജിയോർ എന്നാണ് നമ്മൾ പറയുക. അതിൽ ആ വയലറ്റ് ആണ് എവിടെ കാണുന്നത്? ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത്. പിന്നെ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അവസാനം റെഡ് ആണ് വരുന്നത്. അപ്പോൾ ആ റെഡ് ആണ് എവിടെ കാണപ്പെടുന്നത്? പുറമേ കാണപ്പെടുന്ന കാര്യം ഓർക്കുക. അപ്പോൾ മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ചോദിക്കാറുണ്ട്, അത് ചുവപ്പാണ്. മഴവില്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന നിറം, അതായത് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം ചോദിച്ചാൽ അത് വയലറ്റ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മഴവില്ലിന്റെ കേന്ദ്രത്തെയും അതുപോലെ തന്നെ നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് എന്ത്? ദൃഷ്ടിരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മഴവില്ലുണ്ടെങ്കിൽ ഈ കേന്ദ്രത്തെയും ഇവിടെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ മഴവില്ല് നോക്കുകയാണെങ്കിൽ ഈ നിരീക്ഷകനെയും ഈ കേന്ദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു രേഖേനെയാണ് നമ്മൾ ദൃഷ്ടിരേഖ എന്ന് പറയുന്നത്.
പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് ആംഗിളുകളുണ്ട്, അത് പഠിച്ചു വെക്കണം. ഞാനിവിടെ പറഞ്ഞു മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്നത് ചുവപ്പാണെന്നും മഴവില്ലിന്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ് ആണെന്നും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മഴവില്ല് നോക്കുമ്പോൾ ചുവപ്പ് നിറം നമ്മുടെ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ്, ഇപ്പൊ ഞാൻ ഈ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഈ ചുവപ്പിനെയാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഇപ്പൊ ഈ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന ഈ ഒരു ചെറിയ കോണളവ് എന്ന് പറയുന്നത് 42.7 ഡിഗ്രി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്തുമായിട്ടാണ്? ചുവപ്പ് നിറവുമായിട്ട്. ഇനി ഏറ്റവും താഴെയാണല്ലോ വയലറ്റ്. അപ്പൊ ഈ വയലറ്റിനെ ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള കോണളവ് എന്ന് പറയുന്നത് 40.8 ഡിഗ്രി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 40.8 ഡിഗ്രി ആണ്. ഇത് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ഉള്ളിലേത് പഠിക്കുക, 40.8, പിന്നെ അതിനോട് 2 കൂട്ടി 42.7 ഡിഗ്രി. അപ്പൊ ഇത് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഈ പറഞ്ഞ പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ അത് എടുത്തൊന്ന് പഠിപ്പിച്ചത്. ഒന്ന്, മഴവില്ലിന്റെ നിറം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പുറമേ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് ചുവപ്പും ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്നത് വയലറ്റുമാണ്. അതിൽ നമ്മൾ ചുവപ്പ്, ഈ പറയുന്ന ദൃഷ്ടിരേഖ ചുവപ്പുമായിട്ടുണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത് 42.7 ഡിഗ്രിയും വയലറ്റുമായിട്ടാണെങ്കിൽ 40.8 ഡിഗ്രിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞത് മഴവില്ലുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ട മറ്റൊന്ന് ദ്വിതീയ മഴവില്ലുണ്ട്. ദ്വിതീയ മഴവില്ല് എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചു വരും. അവിടെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഏത് നിറമായിരിക്കും? റെഡ് ആയിരിക്കും. ഏറ്റവും പുറമെയായിട്ട് കാണപ്പെടുന്നത് വയലറ്റ് ആയിരിക്കും. അപ്പൊ ഇതിന് മുകളിലായിട്ടായിരിക്കും എന്ത് വരിക? ദ്വിതീയ മഴവില്ല് വരിക. അപ്പൊ പരീക്ഷയ്ക്ക് ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ മഴവില്ലിന് പകരമായിട്ട് ദ്വിതീയ മഴവില്ലിൽ ചുവപ്പ് നമ്മളെ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണാണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇത് ദ്വിതീയ മഴവില്ലാണെങ്കിൽ ഇത് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി കോണളവാണ് ഉണ്ടാക്കുന്നത്. എന്തുമായിട്ട്? ചുവപ്പുമായിട്ട്. ഏറ്റവും പുറമെ, ദ്വിതീയ മഴവില്ലിൽ ഏറ്റവും പുറമെ കാണപ്പെടുന്നത് വയലറ്റ് ആണ്. അപ്പൊ അതുമായിട്ടുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 53 ഡിഗ്രി ആണെന്ന കാര്യം ഓർക്കുക. ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. മഴവില്ല് സാധാരണ കേസിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ മഴവില്ലിന്റെ ഏറ്റവും പുറമേ ആയിട്ട് ചുവപ്പും ഏറ്റവും ഉള്ളിലായിട്ട് വയലറ്റുമാണ്. ഈ വയലറ്റ് നമ്മുടെ ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാക്കുന്ന കോണളവ് 40.8ഉം റെഡ് നമ്മുടെ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് 42.7ഉമാണ്. ഇനി ദ്വിതീയ മഴവില്ലിലേക്ക് വരുമ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു ഏറ്റവും പുറമേ ഉള്ളത് റെഡാണ്, ഏറ്റവും ഉള്ളിലുള്ളത് വയലറ്റ് ആണ്. ദ്വിതീയ മഴവില്ലിന്റെ കേസിലേക്ക് വരും, നേരെ തിരിച്ചു വരും. ഏറ്റവും ഉള്ളിലുള്ളത് റെഡ് ആയിട്ടും ഏറ്റവും പുറമേ ഉള്ളത് വയലറ്റ് ആയിട്ടും വരും. ഇനി നമ്മൾ ദ്വിതീയ മഴവില്ലിനെ നോക്കണ സമയത്ത് അത് ഏറ്റവും ഉള്ളിലുള്ള റെഡുമായിട്ടുണ്ടാക്കുന്ന കോണളവ് 50 ഡിഗ്രിയും ഏറ്റവും പുറമേയുള്ള വയലറ്റുമായിട്ടുണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 53 ഡിഗ്രി ആണെന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും PSC എത്രയോ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രാസോർജമാണ്. അടുത്ത ചോദ്യം, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, സംവഹനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന, അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ സ്ഥാനം എന്താണ്? മാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ആ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന എന്താണ്? താപം എന്ത് ചെയ്യാണ്? പ്രേഷണം ചെയ്യുകയാണ്. ആ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംവഹനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സംവഹനം എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന എന്താണ്? താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദ്രവ്യത്തിന്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഇത് ദ്രവ്യത്തിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളാണ് നമ്മുടെ പഠിച്ചിട്ടുള്ളതാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 അവസ്ഥകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് താപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത്
ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത്തരത്തിൽ പല പഴങ്ങളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന, ആപ്പിൾ എന്ന ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാലിക് ആസിഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട്. അപ്പോൾ എന്താണ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മാലിക് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്, മാലിക് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ ബിയിൽ ടാർട്ടാറിക് ആസിഡ് തന്നിട്ടുണ്ട്. കേരള PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പുളി, മുന്തിരി ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ടാർട്ടാറിക് ആസിഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് എവിടെയാണ്? പുളിയിലും മുന്തിരിയിലും ഒക്കെ കാണപ്പെടുന്നു ഈ പറയുന്ന ടാർട്ടാറിക് ആസിഡ്. അതുപോലെ തന്നെ തൈരിലും മോരിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ്. തൈരിലും മോരിലും കാണപ്പെടുന്നതാണ് ലാക്റ്റിക് ആസിഡ്. എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്നതാണ്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ടാർട്ടാറിക് ആസിഡ് പുളിയിലും മുന്തിരിയിലും കാണപ്പെടുന്നു. അതുപോലെ തന്നെ പാലിലും തൈരിലും മോരിലും ഒക്കെ കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ്. പിന്നെ അസറ്റിക് ആസിഡ് നമ്മുടെ വിനാഗിരിയിൽ, കേരള PSC എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് തക്കാളിയിൽ കാണപ്പെടുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. തക്കാളിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന കാര്യം ഓർക്കുക. അപ്പം നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ക്യാരം ബോർഡ് പൗഡർ, അതിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ബോറിക് ആസിഡ്. അപ്പോൾ ക്യാരം ബോർഡൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് അത് കുറച്ച് സ്മൂത്ത് ആകാൻ വേണ്ടിയാണ് നമ്മൾ പൗഡർ അതിൽ നമ്മൾ പുരട്ടുന്നത്. അപ്പോൾ അവിടെ സ്മൂത്ത് അല്ലാതിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ബോറായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ക്യാരം ബോർഡ് പൗഡറിൽ കാണപ്പെടുന്ന എന്താണ്? ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് എന്താണ്? ക്യാരം ബോർഡ് പൗഡറിൽ കാണപ്പെടുന്നു. അപ്പോൾ പുളിയിൽ, അതേപോലെ തന്നെ മുന്തിരി, ഇതിലൊക്കെ ടാർട്ടാറിക് ആസിഡാണ്. ഇനി ഉറുമ്പ്, തേനീച്ച, PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഉറുമ്പ്, തേനീച്ച എന്നിവയിൽ കാണപ്പെടുന്നതാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പ്, തേനീച്ച എന്നിവയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സോഡാ ജലത്തിൽ കാണപ്പെടുന്നതാണ് കാർബോണിക് ആസിഡ്. സോഡാ ജലത്തിൽ കാണപ്പെടുന്നതാണ് കാർബോണിക് ആസിഡ്. PSC എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. കാറിന്റെ ബാറ്ററിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. നമ്മുടെ മത്സ്യത്തിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ആസിഡാണ് അമിനോ ആസിഡ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡ് മാലിക് ആസിഡ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു പുളി, മുന്തിരി എന്നിവയിൽ കാണപ്പെടുന്നു ടാർട്ടാറിക് ആസിഡ്. തക്കാളി നമ്മൾ പരിചയപ്പെട്ടു ഓക്സാലിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച് പരിചയപ്പെട്ടു സിട്രിക് ആസിഡ്. തൈര്, മോര് നമ്മൾ പഠിച്ചു ലാക്റ്റിക് ആസിഡ്. വിനാഗിരി നമ്മൾ പഠിച്ചു അസറ്റിക് ആസിഡ്. ക്യാരം ബോർഡ് പൗഡറിൽ ഉള്ള ആസിഡ് ബോറിക് ആസിഡ്. പിന്നെ വാളംപുളി ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. പുളി, അതുപോലെ തന്നെ മുന്തിരി എന്നിവയിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി ഉറുമ്പ്, തേനീച്ച ഫോർമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ് കടിച്ചാലോ തേനീച്ച കടിച്ചാലോ നമ്മളങ്ങ് ഫോം ആയി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓർത്തിരിക്കുക ഫോർമിക് ആസിഡ്. ഇനി സോഡാജലത്തിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ കാർബോണിക് ആസിഡ്. അതുപോലെ തന്നെ കാർ ബാറ്ററിയിൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. പാറക്കോൽ ഉപയോഗിച്ചിട്ട് ഒരാൾ എന്താണ്? വലിയൊരു പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ എന്താണ്? വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എയിൽ രോധത്തിനും ധാരത്തിനും ഇടയിൽ യത്നം എന്നതാണ്. ഓപ്ഷൻ ബിയിൽ യത്നത്തിനും ധാരത്തിനും ഇടയിൽ രോധം എന്നാണ്. ഓപ്ഷൻ സിയിൽ രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം എന്നാണ്. ഓപ്ഷൻ ഡിയിൽ രോധം, ധാരം, യത്നം നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന രോധത്തിനും യത്നത്തിനും ഇടയിലാണ് എന്ത് വരുന്നത്? ധാരം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം എന്താണ്? രോധത്തിനും യത്നത്തിനും ഇടയിലാണ് ഇവിടെ എന്ത് വരുന്നത്? ധാരം വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ പരീക്ഷയിൽ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പഠിക്കാറുള്ളതാണ് ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന നിശ്ചിത ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തോലകത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആ ഒരു ബലത്തെയാണ് നമ്മൾ യത്നം എന്ന് പറയുന്നത്. പിന്നെ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാറക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ എന്താണ്?
ഒരു വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. ഒരു പാറക്കല്ല് എന്നാണ് ഉയർത്തുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെയായിരിക്കും എന്ത് കൊടുക്കുന്നത്, ഒരു ബലം കൊടുക്കുന്നത് ഉയർത്താൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യത്നം എന്ന് പറയുന്നത്. യത്നം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എന്ത്, പാറക്കല്ല്. അതിനാണ് നമ്മൾ ഉയർത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്നത് രോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഈ ഒരു പൊസിഷനാണ് എന്ത് വരുന്നത്, നമ്മുടെ ധാരം വരുന്നത്. ധാരം വരുന്നത് അതാണ് ഇവിടെ പറഞ്ഞത്. രോധത്തിനും യത്നത്തിനും ഇടയിലാണ് എന്ത് വരുന്നത്, ധാരം എന്ന് പറയുന്നത്. നമ്മളവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ്. SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്നാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. ആ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന ഒരു എക്സാമ്പിളാണ് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. 1ാം വർഗ്ഗ ഉത്തോലകം, 2ാം വർഗ്ഗ ഉത്തോലകം, 3ാം വർഗ്ഗ ഉത്തോലകം, അതിൻ്റെ കുറേ എക്സാംസ് ഒക്കെ SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എപ്പോഴും PSC റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബ്യൂട്ടെയിൻ എന്നതാണ്. LPG അതിൻ്റെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബ്യൂട്ടെയിൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബ്യൂട്ടെയിൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം അത് 2019 ആണ്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം എന്നാണ് 2019 ആണെന്ന കാര്യം ഓർത്തിക്കുക. അപ്പോൾ 2019 ആണ് അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ എന്നാണ് ഇവിടെ ചോദ്യമായി ചോദിച്ചത്. മലേറിയ, മന്തിരോഗം, സിക്ക വൈറസ് രോഗം എന്നിങ്ങനെ തന്നിരിക്കുന്ന 3 രോഗങ്ങളുണ്ട്. ഇതിൽ 1, 2, 3 എന്താണ്, കൊതുക് പരത്തുന്ന രോഗങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇതിൽ നമ്മൾ പഠിക്കാറുള്ളതാണ് മലമ്പനി. അനോഫിലസ് കൊതുക് പരത്തുന്ന രോഗമാണ് മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. അതേപോലെ തന്നെ ക്യൂലക്സ് പെൺകൊതുകുകൾ പരത്തുന്നതാണ് മന്ത് എന്ന് പറയുന്നത്. ക്യൂലക്സ് പെൺകൊതുകുകൾ പരത്തുന്ന മന്ത് രോഗത്തിന് കാരണമായ രോഗകാരിയാണ് ഫൈലേറിയൻ വിരക. എന്താണ്, ഫൈലേറിയൻ വിരയാണ് മന്ത് രോഗത്തിന് കാരണമാകുന്ന രോഗകാരി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അനോഫിലസ് പെൺകൊതുക്, അവർ പരത്തുന്ന രോഗമാണ് മലമ്പനി. അതോടൊപ്പം തന്നെ ക്യൂലക്സ് പെൺകൊതുകാണെങ്കിൽ അത് മന്താണ്. അതോടൊപ്പം തന്നെ മന്ത് രോഗത്തിന് കാരണമായ രോഗകാരി ചോദിച്ചാൽ ഫൈലേറിയൻ വിരയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം 68ാമത്തെ ചോദ്യമാണ്. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമേതാണ്? കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമേതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമേതാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. സാൽമണല ടൈപ്പി എന്ന രോഗാണു പരത്തുന്ന രോഗമാണ് സന്നിപാത ജ്വരം അഥവാ ടൈഫോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈഫോയിഡുമായി ബന്ധപ്പെട്ട് സാൽമൊണല ടൈഫി എന്ന രോഗാണു അത് പരത്തുന്ന രോഗമാണ് സന്നിപാത, അല്ലെങ്കിൽ അതിനെ നമുക്ക് ടൈഫോയിഡ് എന്ന് പറയാൻ പറ്റും. സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് അത് പരത്തുന്ന രോഗാണു ഏതാണ്? സാൽമൊണല ടൈഫി എന്നതാണ് രോഗാണുവിൻ്റെ പേര്. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊന്നാണ്, ഈ ടൈഫോയിഡ് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ഒരു പരിശോധനയാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് തിരിച്ചറിയുന്നതിനുള്ള പരിശോധനയാണ് വൈഡൽ ടെസ്റ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. ടൈഫോയിഡ് തിരിച്ചറിയുന്നതിനുള്ള പരിശോധനയാണ് വൈഡൽ ടെസ്റ്റ് എന്ന കാര്യം ഓർക്കുക. അത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെയാണ് ടൈഫോയിഡ് മേരി എന്ന് വിളിക്കുന്നത്? ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്ന വനിത മേരി മാലൻ ആണ്. മേരി മാലൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും. പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. എല്ലാ വാക്സിനും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന 2 മാത്രമാണ് ശരി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ് എന്നത് മാത്രമാണ് ശരി. എല്ലാ താപനിലയും സൂക്ഷിക്കാൻ പറ്റുമെന്ന് തെറ്റാണ്. എല്ലാ വാക്സിനും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്. പോളിയോ തുള്ളിമരുന്ന് കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് സാബിനാണ്. ആൽബർട്ട് സാബിനാണ് പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത്. അതേസമയത്ത് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ജോനസ് സാൽക്ക് ആണെന്ന കാര്യം ഓർക്കുക. ആരാണ്? ജോനാസ് സാൽക്ക് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു പോളിയോ തുള്ളിമരുന്ന്, ആൽബർട്ട് സാബിൻ. മറ്റൊരു പേര് പോളിയോ വാക്സിനാണ്, അത് ജോനാസ് സാൽക്ക് എന്ന പേര് ഓർത്തിരിക്കുക. ജോനാസ്
സാൾക്ക്, മറ്റൊന്ന് ആൽബർട്ട് സാബിൻ എന്നതാണ്. ഇനി പേവിഷബാധയ്ക്കെതിരായിട്ട് വാക്സിൻ കണ്ടെത്തിയ ആരാ? ലൂയി പാസ്റ്റർ ആണ്. വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. വസൂരിക്കെതിരായ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ജെന്നർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു. ഈ ഒരു ചോദ്യമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ട കുറച്ച് കാര്യങ്ങൾ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. പോളിയോ തുള്ളിമരുന്ന് കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ്. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ആരാണ്? ആൽബർട്ട് സാബിൻ. പോളിയോ വാക്സിൻ ആണെങ്കിലോ ജോനാസ് സാൾക്ക് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആരാ? ലൂയി പാസ്റ്റർ. വാക്സിനേഷന്റെ പിതാവ് ആരാ? എഡ്വേർഡ് ജെന്നർ. ആരാണ് വസൂരിക്കെതിരെ വാക്സിൻ കണ്ടെത്തിയത്? എഡ്വേർഡ് ജെന്നർ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 70ാമത്തെ ചോദ്യമാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു: പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല, ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും, രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഉപ്പ് അധികം ഉള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുമെന്ന് പറയുന്നത് എന്താണ്? തെറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല എന്ന് പറയുന്നു, അതും ശരിയാണല്ലോ. പിന്നെ രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാമെന്ന് പറയുന്നു, അതും ശരിയാണ്. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ദിവസേന മധുരം കഴിക്കുന്നവർക്ക് മാത്രമേ പ്രമേഹം ബാധിക്കുകയുള്ളൂ. പ്രമേഹ രോഗത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. പ്രമേഹം പരിശോധിക്കാൻ രക്തം, മൂത്രം സാമ്പിൾ ആവശ്യമില്ല. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാമെന്നാണ് 71ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് പരിശോധിക്കാം. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന മറ്റൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞാൽ തീവ്രരോഗ ബാധിതർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതിൽ ഉത്തരം തീവ്രരോഗ ബാധിതർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. PSC എത്ര തവണ റിപ്പീറ്റ് ചെയ്ത മറ്റൊരു ചോദ്യമാണ്. ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ് എന്നൊരു ചോദ്യമാണ് 73ാമത്തെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന രോഗികളെ പരിചരിക്കുന്നവർക്കാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. പ്രതിമാസം 600 രൂപയോളം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. ഇതിനോടൊപ്പം സാമ്യമുള്ളതാണ് ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതി. ആരോഗ്യകിരണം എന്ന് വെച്ചാൽ എന്താ? സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. 600 രൂപയോളം പെൻഷൻ കിട്ടുന്നുണ്ട്. സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി. സ്നേഹസാന്ത്വനം. അതുപോലെ തന്നെ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹിമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യം എന്ന് പറയുന്ന പദ്ധതി. എന്നാണ് കാരുണ്യ എന്ന പദ്ധതി. അപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹിമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ എന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി ഇതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? ആശ്വാസകിരണം. അതിൻ്റെ ഉപഭോക്താക്കൾ ആരെന്നാണ് പഠിച്ചത്? രോഗികളെ പരിചരിക്കുന്നവരാണ്. ഇനി അടുത്തത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. അതിൻ്റെ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. 28 ദിവസം കഴിഞ്ഞാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആ ഒരു സമയവുമായി ബന്ധപ്പെട്ട കറണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്. വേണമെങ്കിൽ വീണ്ടും ചോദിക്കാം. കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച ഏത് സംസ്ഥാനത്താണ്? കേരളമാണ്. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതെന്ന് വെച്ചിരിക്കുന്നു. കത്തിക്കുക, കുഴിച്ചു മൂടുക, വലിച്ചെറിയുക, പുനരുപയോഗിക്കുക എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പുനരുപയോഗിക്കുക എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ കത്തിക്കാനൊന്നും പാടില്ല, വായുമലിനീകരണം ഉണ്ടാകും. കുഴിച്ചിടാനൊന്നും പാടില്ല, വലിച്ചെറിയാനൊന്നും പാടില്ല, പുനരുപയോഗിക്കുക.
അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് 77ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ക്ഷയരോഗമാണ്. അപ്പോൾ ക്ഷയരോഗമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്. അപ്പോൾ താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? പ്രതിരോധ കുത്തിവയ്പ്പ്, ഡോക്ടറുടെ സേവനം, CT സ്കാൻ, പാലിയേറ്റീവ് പരിചരണം എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. CT സ്കാൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റാനായുള്ള പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ എന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായുള്ള സർക്കാർ പദ്ധതിയാണ് എന്ത്? ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പ്, നമ്മുടെ ഡോക്ടർമാരുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 79ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണെന്നാണ് 79ാമത്തെ ചോദ്യം. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കൊതുക് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. കൊതുകാണ് എന്ത് പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. വീണ്ടും PSC ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇവിടെ നവകേരള കർമ്മ പദ്ധതിയിൽ ഹരിത കേരളം പദ്ധതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർദ്രം പദ്ധതി ഉൾപ്പെടുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പറയുന്ന നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ജനങ്ങളുടെ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള പരിഷ്കാരങ്ങൾക്ക് അടിത്തറയിടുന്നതിനും വേണ്ടിയുള്ള കാലിക പ്രസക്തിയുള്ള ദൗത്യങ്ങളായിട്ടാണ് നവകേരള കർമ്മ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജനപങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മിഷൻ പ്രവർത്തനങ്ങളൊക്കെ താഴെ തട്ടുകളിലൊക്കെ നടപ്പിലാക്കുന്ന കാര്യം ഓർക്കുക. ഈ നവകേരളം പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ഓർത്തിരിക്കണം. 2016 നവംബർ 10-നാണ്. നവംബർ മാസം 10-നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാ ഉദ്ഘാടനം ചെയ്ത്? അന്ന് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്ന P സദാശിവമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടവയെന്ന് കണ്ടെത്തിയ 6 മുൻഗണനാ മേഖലകളെ കോർത്തിണക്കി 4 വികസന മിഷനുകളാണ് നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊന്ന് സമ്പൂർണ്ണ പാർപ്പിടവുമായി ബന്ധപ്പെട്ട നമ്മുടെ ലൈഫ് മിഷൻ എന്താണ് ഈ പറയുന്ന നവകേരള പദ്ധതിക്ക് കീഴിൽ വരുന്നു. ജനസൗഹാർദ്ദ സർക്കാർ ആശുപത്രികളൊക്കെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ആർദ്രം മിഷൻ എന്തിൽ വരുന്നുണ്ട്? ഈ പറയുന്ന നവകേരള മിഷന്റെ വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. ഹരിത കേരളം പദ്ധതി ഈ പറയുന്ന നവകേരള മിഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഈ 4ഉം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യമാണ് ഇവിടെ കണ്ടത്. ഹരിത കേരളം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, മറ്റൊന്ന് ആർദ്രം പദ്ധതി, അതുകൂടാതെ 4ാമത് വരുന്നത് ലൈഫ് മിഷനാണ്. അപ്പൊ അതിൽ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ാമത് ഏതാണ്? ലൈഫ് മിഷനാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടവയെന്ന് കണ്ടെത്തിയ 6 മുൻഗണനാ മേഖലകളെ കോർത്തിണക്കി 4 വികസന മിഷനുകളാണ് നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് ഹരിത കേരള മിഷൻ, 2 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, 3 ആർദ്രം മിഷൻ, ജനസൗഹൃദ സർക്കാർ ആശുപത്രികളൊക്കെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം, മറ്റൊന്ന് ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, മറ്റൊന്നെന്താണ്? ഹരിത കേരളം മിഷൻ. 2016 നവംബർ 10 എന്ന തീയതി ഓർക്കണം. ഉദ്ഘാടനം ചെയ്തത് P സദാശിവമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സയൻസുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നമ്മുടെ LGS ലെവൽ പരീക്ഷയിലും LDC ലെവൽ പരീക്ഷയിലും ഒക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. പ്രീവിയസ് ആയിട്ട് പരീക്ഷകൾ നടത്തിയപ്പോൾ അവിടെ ചോദിച്ച ചോദ്യങ്ങളുടെ രീതികളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിക്കുക വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കേൾക്കുക, പഠിച്ചു വെക്കുക. മറ്റൊരു ദിവസത്തേക്കോ മറ്റൊരു സമയത്തേക്കോ ഒന്നും മാറ്റി വെക്കരുത്. ഇപ്പം തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ പഠിച്ചാൽ ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.